ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സാമ്പാറാണ് കേട്ടോ. ഈ സാമ്പാർ വറുത്തരച്ച പോലത്തെ സാമ്പാറാണ്, പക്ഷെ നമ്മൾ വറുത്തരയ്ക്കണമൊന്നുമില്ല. അപ്പോൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ പച്ചക്കറിയൊക്കെയാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത്. മുരിങ്ങക്കായ, ബീട്രൂട്ട്, ഉരുളൻകിഴങ്ങ്, മത്തങ്ങ, കുമ്പളങ്ങ, പിന്നെ കുറച്ച് കൊത്തമര, പിന്നെ ഒരു സവാള, ഒരു തക്കാളി, ഇതൊക്കെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. അതുപോലെ സാമ്പാറിലിടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെണ്ടക്കായ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഈ വെണ്ടക്കായ സെപ്പറേറ്റ് നമ്മൾ വാട്ടിയതിന് ശേഷമാണ് സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നോക്കിയാലോ. അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം പരിപ്പ് വേവിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു കുക്കറിൽ പരിപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് പരിപ്പാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഇതിപ്പോൾ കഴുകി എടുത്ത് വെച്ചിട്ടുള്ള പരിപ്പാണ് കേട്ടോ. ഇതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ഒരു കഷ്ണം കായം, മുഴുവൻ കായാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് പരിപ്പ് വേവിക്കാനായിട്ട് നോക്കാം. 2 വിസിൽ പ്രഷർ പോയതിന് ശേഷം തുറന്നു നോക്കാം കേട്ടോ. അപ്പോൾ ഞാനിത് വേവിക്കാനായിട്ട് വെക്കുകയാണ്. വെന്തതിന് ശേഷം കാണിച്ചു തരാം. അപ്പോൾ പരിപ്പ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്ക് സാമ്പാറിലേക്കുള്ള ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാനിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു കഷ്ണം കായം ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ കായം നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് വറുത്തെടുക്കാനായിട്ട് നോക്കാം. ഇട്ട് കൊടുത്തിട്ടുള്ള കായം നല്ലപോലെ വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 സൈഡും ഇതേപോലെ ചട്ടകം വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത്, കായത്തുമേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അങ്ങനെ വേണം വറുത്തെടുക്കാനായിട്ട്. ഈ കായമായി വന്നിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടകം കൊണ്ട് ഇങ്ങനെ കായത്തുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല മുറുക്കം വരും. അപ്പോൾ മുറുക്കം വന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ നല്ലപോലെ മുരിഞ്ഞും വരും. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കായം ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വെളിച്ചെണ്ണയിൽ നിന്ന് കായം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാനായിട്ട് നോക്കാം. ഞാനിപ്പോൾ ഇതേ കായത്തുമ്പോൾ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയപ്പോൾ കണ്ടില്ലേ, നല്ല പോലെ മുറുകി വന്നിട്ടുണ്ട്. പിന്നെ നല്ലപോലെ മുരിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ കായം ഒരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാണ് കേട്ടോ. ഇനി ഈ വെളിച്ചെണ്ണയിലേക്ക് 1 ടീസ്പൂണോളം ഉലുവ ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഉലുവ ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ ഉലുവ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 സവാള, 5 പച്ചമുളക്, 1 തക്കാളി, ഇതൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കിത് ഇളക്കി കൊടുക്കാം. ഈ തക്കാളിയൊക്കെ വെന്ത് വരണം, സവാളയൊക്കെ നല്ലപോലെ വാടി വരണം. അപ്പോൾ അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. സാധാരണ നമ്മൾ വറുത്തരച്ച സാമ്പാറൊക്കെ ഉണ്ടാക്കുമ്പോൾ നാളികേരമാണ് നമ്മൾ വറുത്തെടുക്കുക. നമ്മൾ ഇങ്ങനത്തെ മോഡൽ സാമ്പാറിൽ വറുത്തരയ്ക്കാത്ത രീതിയിലുള്ള വറുത്തരച്ച ടേസ്റ്റ് കിട്ടുന്ന ഈ സാമ്പാറിന് ഈ സവാളയും തക്കാളിയൊക്കെ നമ്മൾ ഇതുപോലെ നല്ലപോലെ വാട്ടിയെടുക്കുകയാണ് ചെയ്യുക. എന്നിട്ട് ചൂടാറിന് ശേഷം നമ്മൾ മിക്സിയിൽ ചള്ളിട്ട് അരച്ചെടുക്കും. ശരിക്കും ഈ സാമ്പാർ കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും വറുത്തരച്ച സാമ്പാറാണെന്ന് തോന്നിപ്പോവും. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ അതൊന്ന് നിങ്ങൾ ഉണ്ടാക്കി നോക്കി വെക്കണം. അത് വെച്ചാൽ അത് പറയണേക്കാളും കൂടുതൽ ഇത് ഉണ്ടാക്കി നോക്കിയാലല്ലേ അറിയുള്ളൂ. ഇതിപ്പോൾ പറയണത് അങ്ങനെ തന്നെയാണോ, ഈ വറുത്തരച്ച ടേസ്റ്റ് തന്നെയാണോ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കി നോക്കിയല്ലേ അറിയുള്ളൂ. അപ്പോൾ ഞങ്ങളിത് ഇങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്തെടുത്ത് വീണ്ടും പറയുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി സവാളയും തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് വാടി വരണം. അപ്പോൾ ഞാൻ അതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. മല്ലിപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇത് ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടിക്ക് ഒരു പച്ചമണം ഉണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് മാറി വരണം. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ മല്ലിപ്പൊടിയുടെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ സവാളയുടെയും തക്കാളിയുടെയും ചൂടാറിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ടിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇത് ചൂടാറിനായിട്ട് ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി സാമ്പാറിലേക്ക് ഇട്ട് കൊടുക്കാനുള്ള വെണ്ടക്കായ ഒന്ന് വാട്ടാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ, ഈ സെയിം പാൻ തന്നെയാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള വെണ്ടക്കായ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് വാട്ടിയെടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ ഈ വെണ്ടക്കായ വാടി വന്നിട്ടുണ്ട്. ഈ വെണ്ടക്കായയിൽ ഒരു പശ പോലെ ഉണ്ടാവില്ലേ, അങ്ങനെ അതൊക്കെ മാറിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടെങ്കിൽ വെണ്ടക്കായ വാടി വന്നിട്ടുണ്ടെന്നാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ല, വെണ്ടക്കായുടെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമുക്കിത് ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. നമുക്ക് സാമ്പാറാകുമ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നത് അപ്പോൾ ആ പാത്രത്തിൽ സാമ്പാർ കഷ്ണം ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുക്കറിലാണെങ്കിൽ വരെ കുക്കറിൽ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാത്രത്തിൽ സാമ്പാർ കഷ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ കഷ്ണത്തിൻ്റെ ഒപ്പം തന്നെ വെള്ളം ഒഴിച്ചിട്ട് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഇത് വേവിക്കാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാനിത് അടച്ച് വെച്ചിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് 2 ടേബിൾ സ്പൂണോളം എരിവുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം കൂടി ഇങ്ങനെ തിളക്കട്ടെ കേട്ടോ. ആ മുളകിൻ്റെ ആ ഒരു കുത്തൊക്കെ പോകണം. അപ്പോൾ അത് നല്ലപോലെ തിളച്ച് വരട്ടെ. സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള പുളിവെള്ളത്തിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രത്തിൽ ഇത്ര പുളി ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ 1 കപ്പ് വെള്ളത്തിൽ നല്ലപോലെ പിഴിഞ്ഞെടുത്തിട്ട് ഈ വെള്ളം നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന പുളിയുടെ അളവനുസരിച്ച് അതിലൊക്കെ ഏറ്റക്കുറച്ചിൽ വരുത്താം കേട്ടോ. ഇനി സാമ്പാറിലേക്ക് ഈ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം സാമ്പാർ നല്ലപോലെ കിടന്ന് തിളയ്ക്കണം. കാരണം ഈ പുളിക്ക് ഒരു റോസ് സ്മെല്ലുണ്ടാവും. അതിങ്ങനെ നല്ലപോലെ തിളച്ച് ആ റോസ് സ്മെല്ല് മാറി കിടണം. അതുവരെ ഇത് കിടന്ന് തിളക്കട്ടെ കേട്ടോ. അപ്പോൾ സാമ്പാർ തിളച്ച് വരുന്ന നേരം കൊണ്ട് നമ്മൾ കായൊക്കെ വറുത്ത് വെച്ചിട്ടില്ലേ, അതുപോലെ തന്നെ ചൂടാറാനായിട്ട് നമ്മൾ സവാള തക്കാളിയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് അരച്ചെടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കായ ഇതേ പൊടിച്ച് വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിൽ കണ്ടില്ലേ പൊടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളെ സവാള തക്കാളിയും ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ പുളിയുടെ ആ റോസ് സ്മെല്ലൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ബാക്കിയുള്ളതും കൂടിയും അരച്ച് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. മിക്സിയുടെ ജാറിലത്തെ എല്ലാ അരപ്പും കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരട്ടെ. അപ്പോൾ വേവിക്കാൻ വെച്ച് കൊടുത്തിട്ടുണ്ടെന്ന് പരിപ്പ് വെന്ത് വന്നിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ചട്ടകം കൊണ്ട്. ഇനി ഈ പരിപ്പ് നമുക്ക് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ പരിപ്പ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സാമ്പാർ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിട്ടുള്ള വെണ്ടക്കായില്ലേ അതിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഈ പരിപ്പും വെണ്ടക്കായും ഇട്ടതിന് ശേഷം സാമ്പാർ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ, നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കടുകൊക്കെ പൊട്ടിച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ സാമ്പാറിലേക്ക് കാച്ചി ഒഴിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടുക് പൊട്ടി വരട്ടെ കേട്ടോ. അപ്പോൾ കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത്, കുറച്ച് കറിവേപ്പില, അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ഉലുവ ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് സാമ്പാറിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാറാണ്. വറുത്തരച്ച സാമ്പാറല്ല, പക്ഷേ ടേസ്റ്റ് സെയിം വറുത്തരച്ച സാമ്പാറിൻ്റെ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയാൽ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടണടുത്തുള്ള ബെല്ലൈക്കനെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.